ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. രണ്ട് ചെറിയ സിനിമകളാണ് തോന്നുന്നത്. ഇല്ല, ഒരുപാട് വലിയ അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ രണ്ട് ട്രെയിലർ വന്നിട്ടുണ്ട്. ഒന്ന് മന്ദാകിനി, ഒന്ന് ഹൃദയകാരിയായ പ്രണയകഥ. അങ്ങനെയുള്ള രണ്ട് സിനിമയുടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് രണ്ടും ഒറ്റ വീഡിയോയിൽ തന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പൊ ഇതിനകത്ത് പ്രതീക്ഷ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പറയാൻ പറ്റില്ല. ഇതിന്റെ പേര് രണ്ടും കേട്ട് അത്യാവശ്യം ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാന്ന് തോന്നുന്നു. മാത്രല്ല മറ്റേ മന്ദാകിനിക്കകത്ത് അനാർക്കലി മരക്കാറും അൽത്താഫിന്റെ പടങ്ങളും കണ്ടിരിക്കാൻ രസമാണ്, കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ ഹൃദയഹാരിയായ പ്രണയകഥ അല്ലേ, അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് രാജേഷ് മാധവനാണ് ചിത്രമാണ്. പേരൊന്നും പറഞ്ഞ ഇപ്പോഴും അറിയുന്നത്. അവര് തമ്മിലുള്ള ജോഡി ഭയങ്കര സൂപ്പർ ആയിരുന്നല്ലോ. ആ കുഞ്ചാക്കോവിന്റെ ഒരു സിനിമയില് നമുക്ക് എന്നുവെച്ചാൽ അന്ന് ഒരുപാട് റീൽസിനകത്തൊക്കെ നമ്മളത് ആ ഒരു വീഡിയോ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് അവരുടെ തമ്മിലുള്ള ആ ഒരു ജോഡി. അപ്പൊ അത് അവര് മുഴുനീളായിട്ടൊരു ഇല്ലേ ഒരു സിനിമയിലേക്ക് ലൈഫിൽ ഒരുമിച്ച് അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി സൂപ്പർ. നല്ല രസമാണ്. സിനിമയിലെ ആ ഒരു സ്ക്രീനകത്ത് നമ്മൾ അന്ന് കണ്ടപ്പോ തന്നെ നമുക്ക് ഒരു എന്നത്തെ കേസുകൂടി സിനിമ നമ്മൾ കണ്ടത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് സിനിമയിലും പ്രതീക്ഷയുണ്ട്. ഒരുപാട് സ്റ്റാർ കാസ്റ്റ് അല്ല, ഒരു നോർമൽ സ്റ്റാർ കാസ്റ്റ് തന്നെ ഉണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നവരാണ്, പക്ഷെ അധികം വലിയ ആൾക്കാരായിട്ടില്ല. പിന്നെ സിനിമയും വലിയ അനൗൺസ്മെന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷെ നല്ല പടമായിരിക്കാം എന്നുള്ള പ്രതീക്ഷ നമുക്കിന്ന് കണ്ടു നോക്കാം. ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ചെമ്മണ്ടങ്ങ് പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഈ രാജലക്ഷ്മിയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതായി പെങ്കൊച്ച്. ഞാനും വിചാരിച്ചു ഈ കിഴങ്ങിനെങ്ങനെ ഇത്രയും നല്ല പെങ്കൊച്ചിനെ കിട്ടിയത്. വിഭ്രാന്തി, ടെൻഷനും പരിഭ്രമവും സ്കിസോഫ്രീനിയം അങ്ങനെ എന്തൊക്കെയോ ആണ്. ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ, ഇവനും വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ആരോമലിൽ എന്തോ ഒരു പന്തി, അവനോട് ഒറ്റയ്ക്ക് നിന്നിട്ട് എന്താണ്ടൊക്കെ കോപ്രായം കാണിക്കും. ഇതിനെയാണ് പറയുന്നത് സാരോഗസി. അലിയാ, ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ശരിയാവില്ല, ചുറ്റുള്ളൊക്കെ കാണാം. ഫസ്റ്റ് നൈറ്റ് ആണ്. സ്വന്തം ആദ്രാത്രിക്ക് മൂക്ക് മുട്ട കുടിച്ചു വായനാട്ടം കൊണ്ട് കയറി വന്ന മനുഷ്യനല്ലേ നിങ്ങൾ? ആരെ എനിക്കറിയാൻ പാടില്ല. ആളിനെ അറിയോ? എനിക്ക് നാണം തന്നെ. അമ്പളിക്ക് വരുന്നുണ്ട്. എന്താ അവന്റെ പേര്? ഞാൻ വരാറായോ? വരാറായില്ല. വരാറാകുമ്പോ ഞാൻ പറയാം. വണ്ടി കയറാൻ ഇതിനെന്തൊക്കെ പറ്റിയ നീ സമാധാനം പറയോ? എല്ലാരും തൂകും. ആരും ചിരിച്ചില്ല മാവ, ചമ്മിപ്പോയി. ഒരു കോക്ടെയിൽ റെഡിയാക്കി വെച്ചോ. തിങ്കളാഴ്ച നിശ്ചയം മുണ്ടവള ചുറ്റിന് ഒറ്റ ചവിട്ട വീട്ടിൽ വന്ന് വാച്ച് നോക്കിയപ്പോണ്ടല്ല ചില്ല് പൊട്ടിട്ട് കട്ട ചോര ഇടിക്കാൻ മുമ്പ് ആരെങ്കിലും വാച്ചിട്ടു. നല്ല ചെവി കുറ്റി നോക്കി കൊടുക്കണം. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വർണ്ണന കൃഷ്ണകുമാർ, +2 പഠിക്കുമ്പോൾ ക്രിസ്റ്റീന ഐസക്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ വർണ്ണന കൃഷ്ണകുമാർ ഉണ്ടല്ലോ, അതിന്റെ അനിയത്തിയുണ്ട് സുവർണ കൃഷ്ണകുമാർ. ഇവര് 3 പേരും എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ ഞാനാക്കി തകർന്നു പോയിരുന്നു. പാല് വേണ്ട, ഒരു മോരും വേണ്ട. എങ്ങനെയല്ലെന്ന് ചോദിച്ചു നോക്കിട്ട് പ്ലീസ്. സുജിയേട്ടാ, അച്ഛന്റെ ഓപ്പറേഷൻ എപ്പോഴാന്നാ പറഞ്ഞത്? ടേക്ക് കെയർ. ട്രെയിലറിനകത്ത് കണ്ടപ്പം തിങ്കളാഴ്ച നിശ്ചയം മൂവി കണ്ടല്ലോ, ആ ഒരു സിനിമയായിട്ട് തിങ്കളാഴ്ച നിശ്ചയം നമുക്കറിയാവുന്നതാണ്. ആ ഒരു ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളും അവിടെ ഉണ്ടാകുന്ന കുറച്ച് കോമഡികളും കുറച്ച് കലഹങ്ങളും ഒക്കെയാണ്. ആ ഒരു സെയിം ഒരു രീതി തന്നെ നമുക്ക് ഈ ഒരു ട്രെയിലറിനകത്ത് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ്, കുറച്ച് കോമഡിയൊക്കെ ഉണ്ടെന്നല്ലേ, കുറച്ച് അത്യാവശ്യം അൽത്താഫിന്റെയും പിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ പേരെടുത്തില്ല, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചെറിയ വേഷത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവരുടെയൊക്കെ റോൾസ് ഒക്കെ നല്ല രീതിയാന്ന് തോന്നുന്നു, നല്ലതായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം കോമഡിക്ക് വേണ്ടി ഇറക്കിയ ഒരു മൂവിയാന്ന് തോന്നുന്നു. തിങ്കളാഴ്ച നമ്മളാ ഒരു ടൈപ്പില്ല, ആ ഒരു സംഭവമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഈ പടം ഒക്കെ വന്നാലേ നമുക്കിത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു പടമായിരിക്കും, കാരണം അത്യാവശ്യം കോമഡി രീതിയിൽ ഫാമിലിയെ ആ ഒരു രീതിയാണ് വെച്ചാല് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാല് ഫാമിലീസും എല്ലാ ഓഡിയൻസും പോയി കാണുന്നുണ്ടല്ലേ. ഇപ്പം നമ്മൾ ഈ ഒരു 2024 എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അങ്ങനെയാണ്. ചെറിയ പടമൊന്നും വലിയ പടമൊന്നും ഇല്ല, കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ പടം എല്ലാം അത്യാവശ്യം കയറി പോകുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലോട്ട് ഈ ഒരു പടം കയറട്ടെ, മലയാളത്തിന്റെ ഈ ഒരു ഈ ഒരു തുടർ വിജയങ്ങൾ ആവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം.
പുതുമുഖങ്ങളാണെന്നല്ലേ സുധീഷ് ഇല്ലേ? ഞാൻ പറഞ്ഞില്ല ഇവൻ വരുമെന്ന്. ഇത് ഒരു അനിയൻ ചെക്കനല്ലേ ആ ബഗിട സുരേഷൻ. ഇവനൊന്നും ചത്തിട്ടില്ലേ? നീ അമ്മാമേനെ മോര് മാറ്റിയിട്ട് വേറെ കവിത മുങ്ങി നീ പറയടാ. കൊന്നാലും ഞാൻ എന്റെ ബാക്ക് സ്റ്റോറി പറയില്ല. ഭഗവതി ആദ്യമേ ചത്തു പറഞ്ഞിട്ട് സുരേഷൻ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഹ്യൂമർ സുരേഷ ഏടിയത് പുറത്തൊന്നും കാണാറില്ലല്ല. ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. പക്ഷേ നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനൊന്ന് അണ്ടിത്തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങളും വരണം. അല്ല സുരേഷൻ, ഞാൻ വെറുതെ ആദ്യമായിട്ടാണല്ലേ? ഏതാപത്തിലും സുരേഷ് ഏട്ടൻ കൂടെ ഉണ്ടാവും. സുമലത സുധാകരൻ 60 കൊല്ലം മുമ്പ് നടന്നതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. ഇനി ഇത് 60 കൊല്ലം കഴിഞ്ഞേ നടക്കൂ. രണ്ട് കാലഘട്ടമാണ്. വെള്ളയപ്പം വേണം. വിശപ്പില്ല. വാട്ടാ. ഓ നിന്നെ പറ്റിക്കും. അങ്ങനത്തെ ജാതികളാണ് നാച്ചൽ ഇമേജിന്റെ പ്രശ്നമാണ് മോളെ. വെള്ളയപ്പല്ലേ ചോദിച്ചു, താജ്മഹൽ ഒന്നല്ലല്ലോ. ആരുണ്ട്? മോളാന്ന് സുമലത. ഏത് സുമലത? ആ രണ്ട് ക്യാരക്ടർ എടുത്തേക്ക് ആ സിനിമ ഓർമ്മയുണ്ട? എന്നാ പറ. ഞാൻ പറഞ്ഞു വെള്ളയപ്പ് മുട്ട റോസ്റ്റ്. അത് ഉറപ്പാണ്. ഇത് രണ്ട് കാലഘട്ടം കാണിക്കുന്ന പോലെ തോന്നി. അതെ, പിന്നെ രണ്ട് ജഗ ബോബൻ, അതെനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇങ്ങനെ ഒരു ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഗന്ധർവന്റെ കോട്ടൊക്കെ മനസ്സിലായത് പെട്ടെന്ന്. നമുക്ക് ഈ സിനിമയെ പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമുക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും അല്ലേ ഈ രണ്ട് റോള് ആ ഒരു സിനിമയ്ക്ക് എന്നാത്താൻ കേസ് കൂടെ എന്ന സിനിമ നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല വീട് തുടങ്ങിയപ്പോ. അതിന്റെ ക്യാരക്ടറിനെ എടുത്തേക്കുവാണ്. എന്ന് വെച്ചാൽ സുമലതയും അതുപോലെ തന്നെ സുരേഷും ആ രണ്ടുപേരെ എടുത്തിട്ട് അവരുടെ ഒരു സ്റ്റോറി വെച്ചിട്ട് ചെയ്തേക്കുവാണ്. അപ്പം ഏതോ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനകത്ത് കേസ് കൂടെ അതിനകത്ത് ഡ്രസ് കോഡൊക്കെ നമുക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിലുള്ള ഡ്രസ് കോഡും അതിനകത്ത് അന്നേരത്തെ ആ ഒരു സ്ഥലങ്ങൾ കാണിക്കുന്നതൊക്കെ അതുപോലെയാണ്. പിന്നെ ഇവരുടെ ലാംഗ്വേജ് എന്നാത്താൻ കേസ് കൂടെ ആ കാസർഗോഡ് ഭാഷയാണ് ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ പഴയ ഒരു കാലഘട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ ഇതിന്റെ മേക്കിംഗ് ഉണ്ട് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയത്. നമ്മള് ഇത് ഒരു പിടി കിട്ടാത്ത രീതിയിലുള്ള മേക്കിംഗ് ആണ്. അതിന്റെ ഇടയ്ക്ക് ഇത് ബ്ലാക്ക് ഹ്യൂമർ ആണ്. മറ്റേ ഇന്നത്തെ കേസുകൂടിനകത്ത് നമ്മൾ പറയുന്നത് ബ്ലാക്ക് ഹ്യൂമർ രീതിയാണ്. അപ്പൊ ഇതിനകത്ത് ആ ഒരു രീതി തന്നെയാണ് പിടിച്ചേക്കുന്നത്. ബ്ലാക്ക് ഹ്യൂമർ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ്. അപ്പൊ എന്തായാലും കൊള്ളാം അല്ലേ? നല്ല സംഭവങ്ങളൊക്കെയാണ്. വെറൈറ്റി ആയിട്ട് ഭയങ്കര വ്യത്യസ്തമാണ്. എനിക്ക് പെട്ടെന്ന് ഇതിന്റെ കക്ഷ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ആമയും സിനിമ ഇതുപോലൊക്കെ ഇല്ല ഈ ഇതുപോലത്തെ ഒരു ഹ്യൂമർ വേറൊരു യൂണിവേഴ്സ് എന്ന് വെച്ചാൽ മലയാളമാണ്. പക്ഷെ വേറെ സ്ഥലത്ത് വേറെ പ്രത്യേകതരം ആൾക്കാര് അങ്ങനെ ആ രീതിയിൽ എടുത്തൊരു പടമാണ്. അപ്പൊ എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു ഫീല് ചെയ്യുന്നുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മള് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ ഒരു സിനിമ. പക്ഷെ അപ്പൊ ഈ ഒരു ട്രെയിലറിൽ കിട്ടിയ ആ ഒരു ഫീല് തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്നും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.